നമസ്കാരം. ഞാൻ ഇപ്പോഴും ഒരു ഹർത്താൽ അന്വേഷിച്ച് സഞ്ചാരം തുടരുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും ഹർത്താൽ പോലൊരു പ്രതിഭാസമുള്ളൊരു നാട് കാണണേ എന്നുള്ള ആഗ്രഹമാണ്. എന്നിട്ട് വേണം എനിക്ക് ഇവിടെ വന്ന് നാട്ടുകാർക്ക് വേണ്ടി അതിനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. കാരണം ഒത്തിരി സായിപ്പുമാരായി എന്നെ പല രാജ്യത്ത് വെച്ച് പരിഹസിക്കുന്നു, നിങ്ങളുടെ നാട്ടിലെ ഹർത്താൽ എന്ന് പറഞ്ഞ്. അപ്പൊ അവരുടെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഈ ഹർത്താൽ ഉണ്ടെങ്കിൽ അതൊന്ന് ചിത്രീകരിച്ച് അവരെ വെല്ലുവിളിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ. അത് ഇതുവരെ നടന്നിട്ടില്ല, 22 കൊല്ലമായി. ഈ ശബ്ദം ആരുടെയാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ലോകം കണ്ട സഞ്ചാരിയാണ്, മലയാളിയാണ്. അദ്ദേഹം കാണാത്ത രാജ്യങ്ങൾ കുറവാണ്. ഒരുപാട് അനുഭവം അതുവഴി അദ്ദേഹത്തിന് ഒരുപാട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അനുഭവജ്ഞാനമുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചലഞ്ച് പോലെ ഏറ്റെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം ഇനിയും ലോകം ചുറ്റി സഞ്ചരിക്കുന്നത്. അതായത് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെങ്കിലുമൊക്കെ ഈ ഹർത്താൽ എന്ന് പറഞ്ഞ് ഈ കലാരൂപം അരങ്ങേറുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇനിയും ലോകം ചുറ്റി സഞ്ചരിക്കാൻ പോകുന്നത്. കാരണം ചില സായിപ്പുമാരൊക്കെ അദ്ദേഹത്തിനെ കളിയാക്കിയിട്ടുണ്ട്. അവർ കേരളത്തിൽ വന്നപ്പം ഈ ഹർത്താൽ എന്ന് പറഞ്ഞൊരു കലാരൂപം ലോകത്തൊന്നും എങ്ങുമില്ലാത്ത ഒരു കലാരൂപം ഇവിടെ കണ്ടു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കളിയാക്കി. ഇനി ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യത്തിൽ ഇത്തരം കലാരൂപമോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വലും മറ്റുമൊക്കെ എടുത്തിട്ട് അവരെ തിരിച്ച് കളിയാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഇനിയും ലോകരാജ്യങ്ങൾ ചുറ്റി സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് 2025 വർഷം. ലോകം ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ഏക കൂട്ടർ താമസിക്കുന്ന ഒരിടം ഒരുപക്ഷേ നമ്മുടെ ഇന്ത്യ ആയിരിക്കാം. അവരാണ് ഇവിടെ ഈ വൃത്തികെട്ട ഇതുപോലുള്ള സമര ആവാസങ്ങളും ഹർത്താൽ പണിമുടക്ക് ആവാസങ്ങളും ഒക്കെ കൊണ്ടുവന്നത്. മറ്റേതെങ്കിലും പാർട്ടി ഈ ഒരു രീതിയിൽ സമരം നടത്തുന്നതായിട്ടോ ഈ ഒരു രീതിയിൽ ഹർത്താൽ നടത്തുന്നതായിട്ടോ നമുക്കറിയാം. ഇവരാണ് ഈ സംസ്കാരം ഇവിടെ കൊണ്ടുവന്നത്. കേരളത്തിൽ ഇടതും വലുതും എന്ന രണ്ട് പാർട്ടികളൊന്നും, രണ്ട് പ്രസ്ഥാനമൊന്നുമില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ തന്നെ സംശീകരിച്ച കോൺഗ്രസ് പാർട്ടിയുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും സമര രീതിയും ഹർത്താൽ രീതിയും എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇവരാണ് തുടക്കത്തിൽ ആ ഒരു വൃത്തികെട്ട സംസ്കാരം ഇവിടെ ഇങ്ങനെ പടച്ചു വെച്ചിരിക്കുന്നത്. ചിലർ ചോദിക്കുന്ന കേൾക്കാം, ഈ സമരങ്ങളെ നിങ്ങൾക്ക് പുച്ഛമാണോ, സമരം നേടിയാണ് ഇതൊക്കെ നേടിയെടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കണം. എന്തൊരു ഗതികേടാണ്. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും സമരം നേടിയാണ് ഇതൊക്കെ നേടിയെടുക്കുന്നത് എന്ന് വരുന്നത് ഇവരുടെയൊക്കെ ഗതികേടാണ്. ഇവരും കൂടെയൊക്കെ കൂട്ടുചേർന്ന് ഭരിച്ച സർക്കാരുകൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവർക്കിത് നേരെയാക്കാമായിരുന്നല്ലോ. ഓരോ തവണയും ഈ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം സമരം നടത്തുകയും കടമകൾ മറന്നു പോവുകയും ചെയ്യുന്ന കൂട്ടരാണിവർ. അവർക്ക് ഈ തൊഴിലാളി സ്നേഹം എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണത്തിനെ പിരികേറ്റി ഇളക്കി വിടുന്നതല്ലാതെ എന്തിനു വേണ്ടിയാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത നേതാക്കളും അതിനനുസരിച്ചുള്ള അണികളും. ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞ്, മാറ്റിയില്ലെങ്കിൽ പണ്ടൊരു മഹാകവി പറഞ്ഞ പോലെ നിങ്ങളെ ആയിരിക്കും എടുത്ത് മാറ്റാൻ പോകുന്ന ജനം. അതിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പോഴും ഒരു ഹർത്താൽ അന്വേഷിച്ച് സഞ്ചാരം തുടരുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും ഹർത്താൽ പോലൊരു പ്രതിഭാസമുള്ളൊരു നാട് കാണണേ എന്നുള്ള ആഗ്രഹമാണ്. എന്നിട്ട് വേണം എനിക്ക് ഇവിടെ വന്ന് നാട്ടുകാർക്ക് വേണ്ടി അതിനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. കാരണം ഒത്തിരി സായിപ്പുമാരായി എന്നെ പല രാജ്യത്ത് വെച്ച് പരിഹസിക്കുന്നു, നിങ്ങളുടെ നാട്ടിലെ ഹർത്താൽ എന്ന് പറഞ്ഞ്. അപ്പൊ അവരുടെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഈ ഹർത്താൽ ഉണ്ടെങ്കിൽ അതൊന്ന് ചിത്രീകരിച്ച് അവരെ വെല്ലുവിളിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ. അത് ഇതുവരെ നടന്നിട്ടില്ല, 22 കൊല്ലമായി.